ഇപ്പോൾ സൈക്കോളജിസ്റ്റ് എൽ സി ഉമ്മൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി എൽ സി ഉമ്മൻ, നമുക്ക് കേട്ടാൽ വിശ്വസനീയമല്ലാത്ത രീതിയിലുള്ള വിചിത്രമായ കാര്യങ്ങളാണ് ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ മരിച്ച 3 മലയാളികളുടെയും ഈ മരണകാരണം തേടിയുള്ള പോലീസ് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ അന്യഗ്രഹ ജീവിയുമായി ഇവർ സംഭാഷണം നടത്തിയതായി അവകാശപ്പെടുന്ന രേഖകളൊക്കെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ആത്മഹത്യ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കാണുന്നു. അതിനപ്പുറത്തേക്ക് അവരുടെ മരണം ആ രീതിയിൽ അവരുടെ ആംഗിളിൽ മറ്റെന്തോ ഒരു മരണമായിരിക്കും എന്നുള്ള ഒരു സൂചന ഇത് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ചില കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഡെലിയൂഷൻസ് എന്നൊക്കെ പറയും. അതായത് ഫോൾസ് അൺഷേക്കബിൾ ബിലീഫ്. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് ഫോൾസ് എന്ന് പറയുന്നത് തെറ്റാണ്, ബാക്കിയുള്ളവരുടെ ലോജിക്കലോ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനായിട്ട് പ്രയാസമുള്ള കാര്യങ്ങൾ അവരെ സംബന്ധിച്ച് അത് ശരിയായിരിക്കും. അത് തന്നെയല്ല അൺഷേക്കബിൾ ആയിരിക്കും. നമ്മൾ സയന്റിഫിക്കലി ഇതിന് യാതൊരു ബാക്കപ്പ് ഇല്ല, ശാസ്ത്രീയമായിട്ട് ഇതിനൊരു തെളിവുമില്ല എന്നൊക്കെ പറഞ്ഞാലും അവരെ സംബന്ധിച്ച് നമുക്കതൊരിക്കലും അത് പിടിച്ചു കുലുക്കാൻ പറ്റാത്ത തരത്തിൽ അടിയുറഞ്ഞു പോകുന്ന ഒരു വിശ്വാസ സത്യമായിട്ട് അവർക്ക് നിലനിൽക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥിതി വിശേഷത്തിന് നമ്മൾ ഡെലിയൂഷൻ എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ തുടക്കത്തിൽ ഒരു മെയിൻ ആളിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ഇതുള്ളത്. ആ ആളിന്റെ തലച്ചോറിന്റെ ചിന്താഗതിയിൽ വരുന്ന മാറ്റം കാരണം ഇങ്ങനെ ഉണ്ടാകും. പോകെ പോകെ അതൊരു ഷെയർഡ് ഡെലിയൂഷൻ ആയിട്ട് മാറും. ഷെയർഡ് ഡെലിയൂഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ചുറ്റുവട്ടമുള്ളവരിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഇവർക്കൊക്കെയും ഇതേ രീതിയിലുള്ള ഒരു ബിലീഫ് സിസ്റ്റത്തിലേക്ക് അവർ പോകും. അത് തന്നെയല്ല, ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ കാണുക. അപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ അന്യഗ്രഹ ജീവികളുമായിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ അവരുടെ സ്വരം കേട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുകയാണ്. അപ്പൊ ഒരു പക്ഷെ അതൊരു ഓഡിറ്ററി ഹാലുസിനേഷൻസ് ആയിട്ട് ആകാനുള്ള ഒരു സാധ്യത വളരെ ഏറെയാണ്. ഇത് പക്ഷെ നമുക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കാതെ ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ച് ഇതൊക്കെയും നമ്മൾ കണക്കാക്കേണ്ട ഒരു സാഹചര്യമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ആയിട്ടുള്ള റിലീജിയസ് ബിലീഫ്സ് അല്ലെങ്കിൽ വിശ്വാസ സത്യങ്ങളിൽ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അതൊരു ഇനീഷ്യലി ഒരു വിശ്വാസമായിട്ട് തുടങ്ങും, പിന്നെ അതൊരു അന്ധവിശ്വാസമായിട്ട് മാറുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇതിലൊക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഉത്കണ്ഠയാണ് ഒരു വ്യക്തിയെ വിശ്വാസത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഘടകമെന്ന് പറയുന്നത്. കാരണം ഭാവിയെക്കുറിച്ചുള്ള ഒരു ആശങ്ക, അനിശ്ചിതത്വം ഇതൊക്കെ നിറഞ്ഞു വരുമ്പോൾ ഏതെങ്കിലും ഒരു ശക്തിയിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ആൻസൈറ്റി ഒന്ന് കുറയും. അപ്പോൾ ആൻസൈറ്റി കുറഞ്ഞ് കാര്യങ്ങൾ നന്നായിട്ട് പോയി കഴിയുമ്പോൾ അത് എപ്പോഴും ആ ക്രെഡിറ്റ് മുഴുവനും ആ വിശ്വാസത്തിന്റെ ഉറവിടത്തിന് കൊടുക്കുന്നു. കാരണം ആ ഒരു വിശ്വാസത്തിൽ പോയത് കൊണ്ട് നമുക്ക് ഇത്രയും വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന്. പോകെ പോകെ അതൊരു അന്ധമായിട്ടുള്ള തലത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബുദ്ധിയെ അല്ലെങ്കിൽ ലോജിക്കലി ചിന്തിക്കുന്ന ഒരു കഴിവ് പോലും നഷ്ടപ്പെടുത്തി എല്ലാം ഇത്തരം വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്ക് ഒരു മനുഷ്യൻ മാറുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് ബയസ് എന്ന് പറയും. പല കാര്യങ്ങളും ചിന്താധാരയിൽ വരുന്ന മാറ്റം കൊണ്ട് മുൻവിധിയോടെ അവർ പെരുമാറുന്നു. അപ്പോൾ ഇതൊക്കെയും സാധ്യതകളാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ. ഇതൊക്കെ തന്നെയാണ് ശ്രീമതി എൽ സി, ഇതിനകത്തുള്ള ഒരു പ്രശ്നം, നമ്മൾ ഇത്രയും വലിയ സാക്ഷരതയും ബോധ്യവും ഒക്കെ ഉള്ള മലയാളികളായ ചെറുപ്പക്കാരിൽ യുവാക്കൾക്കും യുവതികൾക്കും ഇടയിലാണ് ഇത്തരം ചിന്തകൾ വരുന്നുള്ളൂ. ഇത്രയൊന്നും വിദ്യാഭ്യാസമോ സാക്ഷരതയോ ഒന്നും ഇല്ലാത്ത അരുണാചൽ പ്രദേശിൽ ഇത്തരത്തിൽ മരണങ്ങൾ നടക്കുന്നില്ല. ഇവിടുന്ന് മലയാളികൾ അവിടെ പോയി മരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചിന്ത, ഇത് ഒറ്റപ്പെട്ടതല്ല, കുറെ കൂടി ഇത്തരത്തിലുള്ള ചിന്തകൾ ആളുകൾക്കിടയിൽ പടരുന്നുണ്ട് എന്നുള്ള ആശങ്കാകുലമായൊരു ചിന്തയുണ്ടോ? അതല്ല ഒറ്റപ്പെട്ട സംഭവമായി കണ്ടാൽ മതിയോ? അല്ല, ഇത് വിദ്യാഭ്യാസവുമായിട്ട് നമ്മൾ കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് ഇൻസിഡൻസ് നോക്കിയാലും, ഇപ്പം പണ്ടത്തെ ഇൻസിഡൻസ് നോക്കിയാലും, ഹൈദരാബാദ് സ്വന്തം പെമ്മക്കളെ കളഞ്ഞ മാതാപിതാക്കൾ രണ്ടുപേരും PhD ഹോൾഡേഴ്സ് ആയിരുന്നു. അതേപോലെ തന്നെ ബുറാറി ഫാമിലി കൽക്കട്ട, അവരെല്ലാവരും തന്നെ അത്യാവശ്യം നല്ല എഡ്യൂക്കേഷൻ ഉള്ളവരായിരുന്നു. അപ്പോൾ ഈ ചട്ടം കാണിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ വിദ്യാസമ്പന്നരായിട്ടുള്ളവർക്ക് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ വിദ്യാഭ്യാസം ഉണ്ടെന്ന്, അതായത് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു നല്ല എഡ്യൂക്കേഷൻ നേടിയെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ ആ ആള് മിടുക്കനായിരിക്കും, കേമനായിരിക്കും. അല്ലാതെ ബാക്കി വിഷയങ്ങളിൽ അവർക്ക് അത്രയും തന്നെ ഗ്രാഹ്യം വേണമെന്നില്ല, ബാക്കി സാമൂഹിക കാര്യങ്ങൾ അത്രയും തന്നെ ഗ്രാഹ്യം വേണമെന്നില്ല. അത് അക്കാഡമിക്കലി ഓറിയന്റഡ് ആയിട്ട് അവർ ചെറുതിലെ മുതലേ പഠിക്കുന്നതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ അവർ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് വിദ്യാഭ്യാസം കൂടുതൽ ഉള്ളത് കൊണ്ട് അത് തന്നെയല്ല ഈ ഡെല്യൂഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഫോൾസ് അൺഷേക്കബിൾ ബിലീഫ്, അത് ആർക്ക് വേണമെങ്കിലും വരാം ഡെല്യൂഷൻ. പ്രത്യേകിച്ചും ശാസ്ത്ര സാങ്കേതിക വിദ്യ വശമുള്ളവർക്ക് അവരുടെ ഡെല്യൂഷൻ ആ തലത്തിലായിരിക്കും.
ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളിന്റെ ഡെല്യൂഷൻ എന്ന് പറയുന്നത് കണ്ടന്റ് നോക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു ഭൂതം പ്രേതം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ ഒതുങ്ങുമ്പോൾ, അല്ലെങ്കിൽ യാതൊരു സമൂഹവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വീട്ടമ്മ ഇപ്പോൾ ഒരു ഡെല്യൂഷൻ വന്നു കഴിഞ്ഞാൽ എന്നെ ഭൂതം പിടിക്കാൻ വരുന്നു, പ്രേതം പിടിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ വിദ്യാസമ്പന്നരായവര്, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവര്, അവരുടെ ഡെല്യൂഷന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇതേപോലെ സയന്റിഫിക്കലി മുന്നോട്ട് പോയിരിക്കുന്ന സംഗതികളുമായിട്ടായിരിക്കും. ഉദാഹരണത്തിന് തലച്ചോറിനകത്തിൽ ചിപ്പ് വെച്ചിട്ട് എന്റെ ഇൻഫർമേഷൻ മറ്റുള്ളവർ എടുക്കുന്നു, അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുന്നവരുടെ ഡെല്യൂഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ മൊബൈലിലൂടെ എന്റെ ചിത്രം പകർത്തി ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നു. ഇതൊക്കെ അതിന്റെ ലഘുവായിട്ടുള്ള ഘട്ടമാണെന്നുണ്ടെങ്കിൽ അത് കൂടിക്കഴിയുമ്പോൾ ഇതേപോലെ മറ്റ് ഗ്രഹജീവികളുമായിട്ടുള്ള സംഭാഷണം, അല്ലെങ്കിൽ ചന്ദ്രനിലുള്ളവരുമായിട്ടുള്ള സംഭാഷണം, ഇതൊക്കെയും സാധാരണഗതിയിൽ ഡെല്യൂഷന്റെ ഭാഗമായിട്ട് വരാവുന്നതാണ്. അപ്പോൾ ആ ആളിന്റെ സാഹചര്യം അനുസരിച്ച്, വളർന്നു വന്ന സാഹചര്യം അനുസരിച്ച് ഡെല്യൂഷന്റെ കണ്ടന്റ് മാറിക്കൊണ്ടേയിരിക്കും. ശരി, വ്യക്തമാണ് താങ്കളുടെ നിരീക്ഷണം. നന്ദി ശ്രീമതി എൽസി ഉമ്മൻ. എന്തായാലും അരുണാചൽ പ്രദേശിൽ മരിച്ച 3 മലയാളികളുടെയും മരണകാരണം തേടിയുള്ള പോലീസിന്റെ അന്വേഷണം എത്തിച്ചേരുന്നത് അങ്ങേയറ്റം വിചിത്രവും നിഗൂഢതയും ദുരൂഹതയും ഒക്കെ നിറഞ്ഞ വസ്തുതകളിലേക്കാണ്. ഒരു മണിക്കൂറുകളിൽ ഇതിൻ്റെയൊക്കെ കൂടുതൽ അപ്ഡേഷൻസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.